മുകേഷ് ഉൾപ്പെടെ 7 പേർക്കെതിരായ ലൈംഗിക പീഡന പരാതി പിൻവലിക്കില്ല എന്ന് ആലുവ സ്വദേശിയായ നടി. ഭർത്താവ് പറഞ്ഞതുകൊണ്ടാണ് പരാതി പിൻവലിക്കുന്നതെന്നും പിന്മാറുന്നത്. പോക്സോ കേസിൽ തന്നെ ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് മാധ്യമങ്ങൾ അന്വേഷിക്കണം. പോക്സോ കേസിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ്. കേസുമായി മുന്നോട്ട് പോകുമെന്നും നടി പറയുന്നു. ഈ പോക്സോ എന്ന് പറഞ്ഞ കുട്ടീനെ ചെന്നൈയിൽ കൊണ്ടുപോയി തെളിവെടുക്കാൻ കൊണ്ടിട്ട് തെളിവൊന്നും കിട്ടിയിട്ടുമില്ല. എന്നിട്ട് ഈ കേസ് ഇങ്ങനെ വെറുതെ എന്താണ് ഇങ്ങനെ അനക്കാതെ വെച്ചിരിക്കുന്നത്? ഒരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ വേണ്ടേ? അപ്പം ഈ കേസിനെ കുറിച്ച് പോക്സോ കേസ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ എനിക്കെതിരെ കള്ളം പറഞ്ഞുണ്ടാക്കിയ ആ കുട്ടിക്കെതിരെ തക്കതായ നടപടിയെടുക്കണം. അപ്പോൾ ഇതിനു വേണ്ടി ഒരു അക്യൂസ്ഡ് എന്ന നിലയിൽ എൻ്റെ കേസ്, അതായത് പോക്സോ കേസിൻ്റെ ഒരു സ്റ്റാറ്റസ് എനിക്കറിയണമെന്നുണ്ട്. എൻ്റെ ഭർത്താവിന് വന്ന ഡാമേജ് ഇതിനൊന്നും ആർക്കൊന്നും പറയാനില്ല. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ഇങ്ങനെ ഒരു കള്ളക്കേസ് ഉണ്ടായപ്പോൾ ഈ മീഡിയയും ഇല്ല, ആരുമില്ല, എനിക്ക് ജനങ്ങൾ പോലും ഇല്ല ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നറിയാം. നിങ്ങൾ ചോദിക്കണം, അവരോട് ചോദിക്കണം ആ പോക്സോ കേസിൻ്റെ കാര്യം എന്തായി, എന്തുകൊണ്ട് മിനു മുനീറിനെ അറസ്റ്റ് ചെയ്യുന്നില്ല ചോദിക്കണം. മിനു മുനീറിനെതിരെ പോക്സോ കേസ് വലിയ വമ്പൻ കേസായല്ലോ, വലുതായിട്ട് നിങ്ങളെല്ലാവരും ഇത് മീഡിയയിൽ വന്നു. അങ്ങനെയാണെങ്കിൽ മിനു മുനീറിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? സൈഫുന്നീസ അലിയാർ ചേരുന്ന വിവരങ്ങളുമായി. സൈഫുന്നീസ, ഒരു ഘട്ടത്തിൽ ഈ പരാതി പിൻവലിക്കുകയാണ്, താൻ ഇനി മുന്നോട്ടില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ നിലപാട് മാറ്റിയിരിക്കുന്നത്? വിനീത, ഈ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുകയും അതേ തുടർന്ന് ഈ മിനു മുനീറിനെതിരെ കേസെടുക്കുകയും പ്രതിപട്ടികയിൽ ചേർക്കുകയും ചെയ്തിരുന്നു. ഈ പോക്സോയിൽ പരാതി നൽകിയ യുവതിയെ തെളിവെടുപ്പ് നടത്തുകയും എല്ലാം ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് ഒരു നടപടിയും ഉണ്ടായില്ല എന്നാണ് ഈ ആലുവ സ്വദേശിയായ പരാതിക്കാരി പറയുന്നത്. സിനിമാ രംഗത്തെ 7 പേർക്കെതിരെയാണ് ആലുവ സ്വദേശിയായ നടി പരാതിയിൽ പറഞ്ഞിരുന്നത്. അതിൽ പ്രധാനമായും MLA മുകേഷ്, മണിയമ്പിള്ള രാജു, ജയസൂര്യ തുടങ്ങിയ ആളുകൾക്കെതിരെയാണ് പരാതി നൽകിയിരുന്നത്. ഇവരെ എല്ലാം തന്നെ പോലീസ് കേസുമായതിൻ്റെ ഭാഗമായി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും എല്ലാം ചെയ്തിരുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തുകയും എല്ലാം ചെയ്തിരുന്നു, വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. പക്ഷേ പിന്നീടാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് താൻ പരാതിയുമായി മുന്നോട്ട് പോകാനില്ല, പരാതി പിൻവലിക്കുകയാണ് എന്ന് ഈ ആലുവ സ്വദേശിയായ നടി പറഞ്ഞത്. ഇതിൻ്റെ വസ്തുത തിരഞ്ഞപ്പോഴാണ് ഈ പോക്സോ എന്ന പേരിൽ പോക്സോ കേസ് തനിക്കെതിരെ ചുമത്തിയിട്ടുണ്ടെന്നും ഈ പോക്സോ കേസിൽ പിന്നീട് ഒരു നടപടിയും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നും ഈ നടി പരാതിപ്പെടുകയും താൻ നിരപരാധിയാണ് എന്ന് പോലീസിനെ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള പിന്തുണയും തനിക്ക് ലഭിച്ചില്ലെന്നും ഈ നടി പറഞ്ഞത്. ഇതേ തുടർന്നാണ് താൻ പരാതിയെല്ലാം പിൻവലിക്കുന്നത്, സർക്കാരിൻ്റെ ഭാഗമായി ഇനിയൊരു സഹകരണവും ഇല്ല എന്നും കഴിഞ്ഞ ദിവസം ഇവർ പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് കുടുംബവുമായി ആലോചിച്ചപ്പോൾ ഭർത്താവിൻ്റെ പിന്തുണയോടെ വീണ്ടും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ താൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നാണ് നടി ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നുള്ളതാണ് തന്റെ നിലപാട്. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് എന്നാണ് ഇപ്പോൾ ഈ ആലുവ സ്വദേശിയായ നടി പറയുന്നത്. ശരി, സൈഫുന്നീസ അലിയാറാണ് വിവരങ്ങൾ നൽകിയത്.